C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. വിഷ്ണു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതുന്ന ആളാ ഞാൻ, പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ. ശാലിനി, അവൾ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ട പെണ്ണായിരുന്നില്ല. അവളോടുള്ള പ്രേമം കൊണ്ട് കണ്ണു മൂടിപ്പോയത് കാരണം നീ അത് തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതെ, നിന്റെ പ്രായത്തിൽ അഴകും ആരോഗ്യവും പണവും ഉള്ളവരെ വിവാഹം കഴിക്കാനും ഒപ്പം ജീവിക്കാനും ഒക്കെ ഒരുപാട് പെണ്ണുങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അവർക്ക് അതിനുള്ള അർഹതയുണ്ടോന്ന് കൂടി നോക്കണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയം നടക്കുന്നത് പണത്തിന് വേണ്ടിയാ. അഭിനയിക്കാൻ ഏറ്റവും മിടുക്കര് സ്ത്രീകളും. പടുകിളവനാണെങ്കിലും കോടീശ്വരനായ കാമുകന്റെ കവിളിൽ അമർത്തി ചുംബിച്ചെന്നിരിക്കും പെണ്ണ്. പക്ഷെ പറ്റിയ സന്ദർഭം വരുമ്പോ നീലച്ചായമടിച്ച കുറുക്കനെ പോലെ അവരുടെയൊക്കെ തനി നിറം പുറത്തും വരും. അതാ ശാലിനിയുടെ കാര്യത്തില് സംഭവിച്ചത്. അമ്മേ, ശാലിനി അങ്ങനൊന്നും ചെയ്തിട്ടില്ല. കേട്ടില്ല ആന്റി, അവക്ക് അവിഹിത ഗർഭമാണെന്ന് പറഞ്ഞിട്ടും വിഷ്ണുവേട്ടൻ എന്താ പറയുന്നതെന്ന്. മതി, നീ അധികം മിണ്ടണ്ട. ഇവള് മിണ്ടും. ഇവൾക്ക് ഇനി മിണ്ടാൻ അവകാശമുള്ളൂ. സുസ്മിത ഇതുവരെ പറഞ്ഞതെല്ലാം കുറ്റവും കുറവും പരദൂഷണവും ഏഷണി. അങ്ങനെയാണെങ്കിൽ ശാലിനി പിന്നെ എന്തിനാടാ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നത്? അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമെന്ന് തോന്നി. കള്ളി വെളിച്ചത്താകൂന്ന് ഭയന്നു, അത്ര തന്നെ. അമ്മേ, ശാലിനി 2 മാസത്തെ സമയല്ലേ ചോദിച്ചുള്ളൂ. എടാ, പലവട്ടം ഞാൻ പറഞ്ഞു, അവള് നിശ്ചയിക്കുന്ന സമയമല്ല, സത്യഭാമ നിശ്ചയിക്കുന്ന സമയമാ. അപ്പ പറഞ്ഞിരിക്കണം അവള് സത്യം. ഇതാ അവൾക്കുള്ള ലാസ്റ്റ് ചാൻസ്. ഇപ്പൊ ഈ നിമിഷം നീ അവൾക്ക് ഫോൺ ചെയ്യ് വിഷ്ണു. അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിപ്പോ പറയാൻ പറ. ഇനി അവൾക്കൊരു ചാൻസ് ഇല്ല. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? എങ്കിൽ ഇനി സത്യഭാമ തീരുമാനം എടുക്കും. അത് അരക്കിട്ടുറപ്പിക്കാൻ ഒരാൾ കൂടി വരുന്നുണ്ട്. അവള് വന്നു കഴിഞ്ഞാ പിന്നെ എനിക്കൊരു തീരുമാനം എടുക്കാനുണ്ട്. ഒരു ധാരണയിലെത്തിയ പിന്നെ ശാലിനി എന്ന പേരാരും ഛർദിക്കല്ല ഇവിടെ. അങ്ങനൊരു വാക്കുരിയാടിയാ കണ്ണിക്കടുമാങ്ങയുടെ വക്ക് കെട്ടുന്നത് പോലെ കെട്ടി മൂടിക്കളയും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.